ഗൈസ് നമ്മൾ അമ്പലമുക്കിലോട്ട് എത്തിയിട്ടുണ്ട്. ഗൈസ് അമ്പലമുക്ക് കൊറിയർ ഓഫീസിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ നിമിഷം നമ്മൾ കാർ എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. ാണ് അപ്പം അമ്പലമുക്കിൽ നമ്മുടെ പേരിൽപ്പെട്ട അമ്പലമുക്കിൽ വരുമ്പോൾ റൈറ്റ് സൈഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ കാറ് കുറേ അയച്ചിട്ടുണ്ട്. കൊറിയർ സാധനം നമ്മളെ പാക്ക് നമ്മളെ പൊട്ടിച്ച് നോക്കിയാണ്. കണ്ടോ പൊട്ടിച്ചുകൊണ്ടിരിക്കണം. നല്ല ഡാമേജ് എന്തെങ്കിലും ഉണ്ടാകും നോക്കാനായിട്ട്. അപ്പോൾ പൊട്ടിക്കുന്നു ഗൈസ്. പൊട്ടിച്ചിട്ടുണ്ട്. നോക്ക് നമ്മളെ കാറാണ്. റിമോട്ട് റിമോട്ടുണ്ട്. റിമോട്ടും ഉണ്ട്, കാറും ഉണ്ട്. കാർ എടുത്തിട്ടുണ്ട്. ഇപ്പം ഓക്കെ നമ്മൾ കാർ എടുത്തിട്ടുണ്ട്. കണ്ട കാർ കിട്ടി. ഇതാണ് നമ്മൾ മാറ്റിയ സാധനം എന്ന് പറയുമ്പോൾ ഇതാണ് മാറ്റിയത്. ഓക്കെ ഈ ഒരു സ്റ്റീറിംഗ് സെർവാണ് മാറ്റിയത്. ഓക്കെ ഒട്ടിച്ച് നോക്കാം കൈസ്, ഒട്ടിച്ച് നോക്കാം. ഇന്ന് വന്നിരിക്കുന്നത് വെച്ചാൽ ഗൈസ് നമ്മൾ നിങ്ങൾ കണ്ടില്ലേ ഗൈസ്, നമ്മൾ RC കാർ വന്നിട്ടുണ്ട്. RC കാർ നിങ്ങളെല്ലാവരും കണ്ടു. നമ്മൾ കഴിഞ്ഞ ആഴ്ച വീഡിയോ ഇട്ടതിൽ നമ്മൾ RC കാർ നന്നാക്കാൻ കൊടുക്കുന്ന എറണാകുളത്ത് പോയിട്ട് തിരിച്ചു വരുന്ന വീഡിയോ ഉണ്ട്. നന്നാക്കാൻ കൊടുത്തത് RC ഗാരേജ് എന്ന് പറയുന്ന നമ്മളൊരു ഷോപ്പിലാണ് നമ്മൾ നന്നാക്കാൻ കൊടുത്തത്, എറണാകുളം. ഓക്കെ ഗൈസ് നമ്മളിപ്പോൾ ഞങ്ങൾ അയച്ചിട്ടുണ്ട്. പ്രൊഫഷണൽ കൊറിയറായിട്ട് നമുക്ക് അയച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ വീഡിയോയിലെടുക്കാം. ഗൈസ് വീഡിയോ ഇട്ട് പോകുന്നു പ്ലീസ് ഗൈസ് എല്ലാവർക്കും ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഗൈസ് മോണിറ്റൈസേഷൻ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. അപ്പോൾ പ്ലീസ് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക. ഗ്രൂപ്പ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഗൈസ് അപ്പോൾ നേരെ വീഡിയോയുടെ കിടക്കാം ഗൈസ്. അപ്പോൾ നമ്മൾ അങ്കിൾ വന്നിട്ട് RC ഗാരേജിൽ നന്നാക്കി അങ്കിൾ വന്നിട്ട് നമുക്ക് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ ചെക്കൗട്ട് ചെയ്തോ. RC ഗാരേജ് എന്നാണ് യൂട്യൂബ് ചാനലിൻ്റെ പേര്. 17.8K സബ്സ്ക്രൈബേഴ്സ് എന്തുകൊണ്ട് അങ്കിൾക്ക്. അപ്പോൾ അങ്കിൾ നല്ല പ്രൊഫഷണൽ കൊറിയറായിട്ടാണ് അയച്ചു തന്നത്. അപ്പോൾ നമ്മൾ RC കാർ വന്നിട്ട് നമ്മൾ ഈ ഒരു നമ്മുടെ ബോഡി അയച്ചു വെച്ചിട്ടാണ് നമ്മൾ അങ്കിൾക്ക് കൊടുത്തത്. കാരണം ബോഡിക്ക് എന്തെങ്കിലും പറ്റോ എന്തെങ്കിലും വിചാരിച്ചാണ്. ബോഡിയുടെ വീട്ടിലുണ്ടായിരുന്നു. ബോഡി വെളുത്തിരി പിന്നെ എല്ലാം വീട്ടിലുണ്ടായിരുന്നു. പിന്നെ ബാക്കി നമ്മൾ ഈ ഒരു സാധനം മാത്രമാണ് കൊടുത്തത്. പിന്നെ നമ്മൾ എന്താണ് പിന്നെ നോക്കാനുള്ളതെന്ന് പറയുമ്പോൾ ഈ RC കാർ പഴയ പോലത്തെ പവർ എന്ന് പറയുമ്പോൾ നമ്മൾ വാങ്ങിച്ച പോലത്തെ പവർ ആകണമല്ലോ. അപ്പം അത് നമുക്ക് നോക്കണം. ഓക്കെ ഞാൻ ഇതുവരെയായിട്ട് ഓടിച്ച് നോക്കിയിട്ടില്ല. നമ്മളെ ചാർജ് മാക്സിമം കുത്തി ഫുള്ളാക്കിയിട്ടുണ്ട്. ഞാൻ ഇന്നലെ പിന്നെ വേറെ സ്ഥലത്തും കൂടെ പോയിരുന്നുണ്ട്. പിന്നെ ഓട്ടിക്കാനായിട്ട് പറ്റിയില്ല. അപ്പം നമുക്ക് ഇന്ന് ടെസ്റ്റിംഗ് ആണല്ലോ. അപ്പം ഇന്ന് നമ്മൾ ടെസ്റ്റിംഗ് ആണ്. അപ്പോൾ സെറ്റാണ്. അപ്പോൾ നമുക്ക് നോക്കണം. ഇത് നമ്മൾ വന്നിട്ട് ടൈഗർ ടെക് സൂപ്പർ സോണിക് RC കാർ എന്നാണ് പേര്. 40 km സ്പീഡ് നമ്മൾ ഈ RC കാർ പോകും. നിങ്ങൾ വിശ്വസിക്കില്ല, കൺട്രോൾ കിട്ടത്തില്ല ഈ അത്ര സ്പീഡിൽ പോയാൽ. അപ്പൊ നമുക്ക് നോക്കാം അല്ലേ. അപ്പൊ ഇത് ഈ സാധനമാണ് ഞാൻ വീഡിയോ കിട്ടിയിട്ടുണ്ട് എങ്ങനെ നമുക്ക് ചാർജ് കുത്തിക്കുന്നു ഞാൻ കൂടെ പറയണം. ഈ ഒരു കണക്ടറിലാണ് നമ്മൾ ചാർജിങ് കണക്ടറും കൂടെ പോർട്ട് ചെയ്തിട്ട് ചെയ്യുന്നത്. എന്ന് പറയുമ്പോൾ സാധാ കണക്ടറായിട്ട് ഇത് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്ന് പറയുമ്പോൾ ഗൈസ് ഇതിന് കുറച്ചും കൂടെ വാട്ട് വേണം അല്ലേ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ലാപ്ടോപ്പിലാണ് കുത്തിയിരിക്കുന്നത്. കാരണം ലാപ്ടോപ്പിലാകുമ്പോൾ കുറച്ചും കൂടെ സൂപ്പർ ഇതാകുമ്പോൾ ഒരു ഫാസ്റ്റ് ആയിട്ട് കയറും. അതുകൊണ്ടാണ് നമ്മൾ ലാപ്ടോപ്പിൽ കുത്തിയിരിക്കുന്നത്. ഓക്കെ ഗൈസ് നിങ്ങൾ വിചാരിക്കും എങ്ങനെ മുടിയൊക്കെ വെട്ടിയിരുന്നില്ലേ. ഗൈസ് ഞാൻ ഇന്നലെ പോയിട്ട് മുടി വെട്ടി ഇന്ന് രാവിലെയാണ് എടുക്കുന്നത്. ഇന്നലെ പിന്നെ വേറൊരു സ്ഥലത്ത് പോയോണ്ട് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്നെടുത്തു.
അപ്പോൾ കൊറിയർ ഓഫീസ് നമ്മൾ പോയുണ്ടല്ലോ, കൊറിയർ ഓഫീസൊക്കെ പോയി. അപ്പോൾ ഇനി ഞാൻ പറഞ്ഞ് ലാഗാക്കിച്ചൊന്നുമില്ല, നമുക്ക് ഓട്ട് ചെയ്യാം അല്ലേ? വണ്ടി വേണം അതെങ്ങനെ ഇഷ്ടം. ബാറ്ററി ഉണ്ടോ നോക്ക്. ബാറ്ററി ഉണ്ടോന്ന് ബാറ്ററി ഉണ്ട്. പുതിയ ബാറ്ററി അന്ന് വാങ്ങിച്ചിട്ട് നമ്മളന്ന് പുതിയ ബാറ്ററി ഒക്കെ വാങ്ങിച്ചിട്ട് അപ്പോഴാണ് നമ്മൾ വണ്ടി ഓണാവാതിരുന്നത്. അപ്പോഴാണ് പിന്നെ നമ്മൾ വണ്ടി കുളിക്കാൻ കഴിച്ചു. അപ്പോൾ നമുക്ക് വണ്ടി ഓണാക്കാൻ കഴിച്ചു. വണ്ടി ഇതിലാണ് ഓണാക്കുന്നത്. മനസ്സിലായി? ഈ ഒരു സ്വിച്ചാണ്. വണ്ടി ഓണായിട്ടുണ്ട്. റിമോട്ട് ഓണാക്കാം. ക്ലിയറായി. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഈ ഒരു സാധനം നമ്മൾ വിചാരിക്കുമ്പോൾ പവർ ഉണ്ടെന്ന് കാണിച്ചു തരാം പവറൊക്കെ. ഓക്കെ, അപ്പോൾ ഈ ഒരു സാധനം നമുക്കിപ്പോൾ തറയിലോട്ട് ഇറക്കാം. ഓക്കെ ഗൈസ്, ഓക്കെ, ഈ സാധനമാണ് നമ്മൾ മാറ്റി വർക്കാണുണ്ട് കേട്ടോ. ഈ ഒരു സ്റ്റിയറിംഗ് സെർവാണ് നമ്മൾ മാറ്റിയിട്ടുള്ളത്. അഴിച്ചു കാണിക്കുന്നത് പ്ലാസ്റ്റിക് ആയിരുന്നു. പ്ലാസ്റ്റിക് വെള്ളത്തിൽ ഓട്ടിച്ചാൽ അത് പല്ലടിച്ച് പോയി, പല്ലാണ് അടിച്ചു പോയത്. അപ്പോൾ ഇനിയിപ്പോൾ മെറ്റലാണ്. ഇനി നമുക്ക് എന്ത് വേണം ചെയ്യാം. ഇട്ടിട്ടുണ്ട് നമ്മൾ മാക്സിമം സ്പീഡ് നമ്മൾ കൂട്ടി വെച്ചിട്ടുണ്ട്. മാക്സിമം നമുക്കൊന്ന് ഓട്ടിച്ച് നോക്കാം ഗൈസ്. ഇങ്ങനെ ഓടയില്ലേ നമുക്ക് നൈസായിട്ട് നോക്കാം എന്ന് പറയുമ്പോൾ അങ്ങനെ ചാർജ് എല്ലാം സെറ്റ് ചെയ്ത് തന്നെയാണ്. അപ്പം നമ്മൾ ചാർജ് ഒന്നല്ല കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ചാർജ് കയറിയായിരിക്കും എന്ന് വിശ്വാസിക്കുന്നു. ഓട്ടിച്ച് നോക്കാം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ചാർജ് കയറാത്തതാണെന്ന് അറിയത്തില്ല. ഇന്ന് ലാപ്ടോപ്പ് കുത്തി വെച്ചാണ് ഗൈസ്. ലാപ്ടോപ്പിൻ്റെ പണി ചാർജില്ല. ലാപ്ടോപ്പ് സ്വിച്ച് ഓഫ് ആയിരുന്നു, ഷട്ട് ഡൗൺ ആയിരുന്നു തോന്നുന്നത്. ലാപ്ടോപ്പിൽ ചാർജില്ലായിരുന്നു. ഇതിന് തന്നെ വേണം ഒരു 2-3 മണിക്കൂർ ചാർജ് ചെയ്യാൻ തന്നെ ഇതിന് വേണം ഗൈസ്. അപ്പോൾ ഇത് ചാർജ് ഇല്ല ഗൈസ്. അപ്പോൾ നമ്മൾ ചാർജ് പോയിട്ട് അടുത്ത വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. ഇപ്പോൾ ചാർജ് ഇല്ല. അപ്പോൾ നിങ്ങൾ ഇത്രയും പവർ കണ്ടല്ലോ, ഇതാണ് നമ്മുടെ മാക്സിമം പവർ. ഫുൾ സ്പീഡ് ഇട്ട ഇതാണ് പവർ. അപ്പം നമ്മൾ റിമോട്ടെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വണ്ടിയെല്ലാം പവറാണ്. വണ്ടി ഉണ്ട് കയറി ചാടിയെപ്പോലെ ഒന്നും പറ്റൂല. ചാടി ഒന്നും പറ്റൂല ഗായ്സ്. കണ്ട അത്ര ഇതാണ് സെറ്റപ്പാണ്, ഒന്നും പറ്റൂല. അതാണ് പവർ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാക്സിമം എല്ലാവരും കൂടെ ലൈക്ക്, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് കൊടുത്ത് ബെല്ലൈക്കണമെങ്കിൽ ഞാൻ തരുന്ന അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ് ഗൈസ്. ഇനിയൊരു പുതിയ നാളെ കാണുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ ഗൈസ്. ടേക്സ് അപ്പോൺ കിസ് മിനിറ്റിലായിട്ട് ഇതൻ ഗൈസ് ആയിട്ട് ഇനിയൊരു പുതിയ നാളെ കാണുന്നതായിരിക്കും. ബൈ ബൈ.